ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ സുപരിചിതനായ ബാബു കായംകുളത്തിന് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ അടുത്തായി അദ്ദേഹം MLA ഓഫീസിൽ വന്നപ്പോഴുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. എന്തോ അടുത്തേത് പാടും നമുക്ക് ചന്ദ്രകിരണത്തിന് പാടിയാലോ? ഭക്തിഗാനം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഏത് വേണം? പറഞ്ഞോളൂ. ഞാൻ ഇപ്പം നമ്മുടെ പുതിയാവിലുണ്ട്, നമ്മുടെ മഹേഷ് സാറിന്റെ വീട്ടിലുണ്ട്. മഹേഷ് സാറിന് MLA മഹേഷ് സാറിന്റെ വീട്ടിലുണ്ട്. ഇല്ല, സ്റ്റേജ് പ്രോഗ്രാമേ പോകുന്നുണ്ട്. എന്റെ സ്വന്തം ഇതിൽ തന്നെ, കായംകുളം ബാബു ആൻഡ് പാർട്ടി എന്നുള്ള കച്ചേരി, ഭക്തിഗാനസുധ, പിന്നെ ഭജൻ, പിന്നെ ഇപ്പൊ ഒന്നുമില്ല, ഈ സീസൺ ആകണം. പ്രഭാഷണത്തിന് പോകുന്നുണ്ട്, ഗുരുദേവ പ്രഭാഷണത്തിന് പോകുന്നുണ്ട്, ആധ്യാത്മിക പ്രഭാഷണത്തിന് പോകുന്നുണ്ട്. മെയിൻ സംഗീത കച്ചേരി ഭക്തിഗാനസുധയാണ്. വീട്ടില് ഭാര്യ, മക്കള്, പിന്നെ 2 പേര്. മൂത്താള് ഡിഗ്രി കഴിഞ്ഞ്, ഇളയാള് +2. പെൺപിള്ളേരാ. ചിരിച്ചും ചിലച്ചും ചിലച്ചും ചിറകടിച്ചു ചിരിച്ചും താരത്തളിനുള്ളി ഓളത്തിൽ വീരിച്ചും നിളയുടെ മാധുര്യം മുഖർന്നും കൊണ്ടവർ നീലനികുഞ്ചത്തിൽ മയങ്ങും, നീലനികുഞ്ചത്തിൽ മയങ്ങും ആ മിഥുനങ്ങളെ അനുകരിക്കാൻ, ആ നിമിഷങ്ങളെ ആസ്വദിക്കാൻ. ചന്ദ്രകിരണത്തിൻ ചന്ദനമൊന്നും ചകോര യുവമിഥുനങ്ങൾ മതിച്ചും കൊതിച്ചും മതിച്ചും പരസ്പരം കൊതിച്ചും നെഞ്ചിൽ മധുവിധു നൽകും മന്ത്രങ്ങൾ കുറിച്ചും ഇണയുടെ രോമാഞ്ചം മുഖർന്നും കൊണ്ടവർ ഈണത്തിൽ താളത്തിലിണങ്ങും, ഈണത്തിൽ താളത്തിലിണങ്ങും ആ മിഥുനങ്ങളെ അനുകരിക്കാൻ, ആ നിമിഷങ്ങളെ ആസ്വദിക്കാൻ. അനുഗ്രഹീത കലാകാരന്മാർ എത്ര വർഷം കഴിഞ്ഞാലും അവരുടെ സൗണ്ടുകൾ, പ്രത്യേകിച്ച് ഗായകന്മാർക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ അദ്ദേഹത്തിൻ്റെ, ബാബുവിൻ്റെ പാട്ട് കേട്ടിട്ടുണ്ടാവും. ഐഡിയ സ്റ്റാർ സിംഗറിൽ കൂടിയും അദ്ദേഹം നല്ല രീതിയിലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നുമില്ല. പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് പറ്റുന്നുമെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. എത്രയോ ഗായകർ ഇപ്പോഴുണ്ട്, എങ്കിൽ കൂടി ഇതേപോലെയുള്ള ബാബുവിനെ പോലെയുള്ള കഴിവുള്ള കലാകാരന്മാർ ഉയർന്നു വരട്ടെ വീണ്ടും. പണ്ട് അദ്ദേഹത്തിൻ്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലേ? ബസ്സുകളിൽ പാടി, വയറൊക്കെ തട്ടി ബസ്സുകളിൽ പാടിയൊക്കെ ആയിരുന്നു പണ്ട് ഉപജീവനം നടത്തിയിരുന്നത്. ഇപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗർ കഴിഞ്ഞ് കുറച്ച് സ്റ്റേജൊക്കെ കിട്ടി, സ്വന്തമായിട്ടൊരു ചെറിയ ട്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും സഹായിക്കുക.